സാധാരണ പുൽക്കൂടും ഇതും കാണുന്ന പോലെ അല്ല ഇവിടെ. അപ്പൊ 4 വീടുകളിൽ വെച്ചിട്ട് ഇതാണ് എടുത്ത് കാണുന്നത്. മദ്രാശിയാണോ? സ്നോമാൻ. ഇതൊക്കെ മരത്തിന്റെ തൊലികളാണ് വെച്ചോണ്ട് അതിന് ചാരി വെച്ചോണ്ടാ നമ്മൾ പണ്ടത്തെ കാളവണ്ടി. സ്നോമാൻമാരല്ല, സ്നോമാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് 2023 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റിന്റെ ഒരു ഷോയാണിത്. ഒല്ലൂര് ഗ്രൗണ്ടിന്റെ അധിപനായിരുന്ന ആള്. അപ്പൊ അവരിത് ഇവിടെ കൂടിയുണ്ട്. അവിടേക്കാണ് കേക്ക് മുറിക്കാൻ പോയിട്ട് അവര് അച്ചു ആൻഡ് ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. അവർക്ക് പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഒല്ലുപള്ളി ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നമ്മുടെ ഇന്നലെയും ഇന്നും 23, 24 തീയതികളിൽ നമ്മുടെ താമരശ്ശേരി അമ്പലത്തിന്റെ തോറ്റംപാട്ട് ഇതൊക്കെ. അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് പോയിട്ട് വരുന്ന വഴിയായതുകൊണ്ടാണ് ഈ വെള്ളമുണ്ടും അതന്നെ ഈ അപ്പൊ ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് 2023 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റിന്റെ ഒരു ഷോയാണിത്. വലിയ ഗ്രൗണ്ടാണ്. നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ കണ്ടില്ലേ, ഇതാണ് പള്ളി ഗ്രൗണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോ അതേ ഒരു വീട് കാണാം. പള്ളി ഗ്രൗണ്ടിനോളം തന്നെ ഭംഗിയിലൊരു വീട്. ഞാൻ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഈ വീട് ഈ വീടിന്റെ ഭയങ്കര എന്താ പറയാ, സാധാരണ പുൽക്കൂടും ഇതും കാണുന്ന പോലെ അല്ല ഇവിടെ. ഇവിടത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തല ഭയങ്കര തലയാ. ഇവര് തടികള് കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നുള്ളതേ. അപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പുൽക്കൂടും കാര്യങ്ങളേനേക്കാളും ഒരു 100 ഇരട്ടി ഭംഗിയാണ്. പിന്നെ അത് മാത്രല്ല, അന്ന് വഴി ഇതല്ലായിരുന്ന അപ്പുറത്തോടെ ഇങ്ങനെയൊക്കെ മാറ്റി. പിന്നെ ഈ വീട് എന്ന് പറഞ്ഞ അവര് 4 ചേട്ടനിയന്മാരാണ്. അപ്പൊ ഇവരെല്ലാവരും വീടും കാര്യങ്ങളൊക്കെ കാണാട്ടെ നമുക്ക്. ഇനി നമ്മളെ ഈ വീടിന്റെ ബാക്കിലേക്ക് പോവാണ്. ഈ വീടിന്റെ ബാക്കിലാണ് ഇവരെ തറവാട്. അവരങ്ങനെ തന്നെ നിലനിർത്തിയേക്കാണ്. ഇത് അവരെ ഓഫീസാക്കി അവർ നിർത്തിയേക്കാ. എന്നിട്ട് ക്രിസ്മസ്, ഈസ്റ്റർ, പിന്നെ ചെറിയ പെരുന്നാളുകൾ, പള്ളി പെരുന്നാളുകളൊക്കെ ഇവര് ഈ 4 ചേട്ടനന്യന്മാരും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇവിടെ കൂടാ. അപ്പൊ അവരിത് ഇവിടെ കൂടിയുണ്ട്. അവിടേക്കാണ് കേക്ക് മുറിക്കാൻ പോവാണ്. 4 ചേട്ടനന്യന്മാര്. ആ 4 പേരാണിത്. ഇതാണ് മൂത്താള് കോളേട്ടൻ. ഇത് രണ്ടാമത്തെ ഇവിടെ പന്ത് കളിത്താരാണ്. പണ്ടത്തെ ഇട്ടിയേരിയ എന്ന് പറയും. ആളെ കളി കാണാനായിട്ട് ഞങ്ങള് എന്താ പറയാ, ഒല്ലൂര് ഗ്രൗണ്ടിന്റെ അധിപനായിരുന്ന ആള്. അപ്പച്ചന്റെ പേര് ഞാൻ മറന്നു. ആള് ഇവിടെ ഒരു മതിലുണ്ട് കേട്ടാ. ഇത് തറവാട് വീടാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ വീടുകൾ നന്നുണ്ടായിരുന്നില്ല. ഇവിടെ മതിലുണ്ട്. ആ മതിലുമേ കളി കാണാതിരിക്കും. ഞങ്ങളൊക്കെ ആളെടുത്ത് വന്ന് വർത്താനം പറയും. പിന്നെ സണ്ണിച്ചേട്ടനും ഭയങ്കര പന്ത് കളിക്കാരനായിരുന്നു. മൂന്നാമത്തെ ആള്. ഇത് 4ാമത്തെ ആള് ആൻഡോ ചേട്ടൻ. കണ്ടത് മൂത്താള് പോളിച്ചേട്ടന്റെ ഭാര്യ ത്രേസ്യാമ്മ. രണ്ടാമത്തെ ചേട്ടന്റെ ഭാര്യ മെറ്റി ചേച്ചി. പിന്നെ സണ്ണിച്ചേട്ടന്റെ ഭാര്യ സീന. ഹലോ. പുതിയ ടീം, ഇപ്പോഴത്തെ ടീം ടോപ്പ് മാറിയല്ലോ. അറിഞ്ഞില്ല നിങ്ങള്? അറിഞ്ഞിട്ടില്ല. ഒക്കെ സീക്രട്ട് അല്ലേ. ഇത് ആൻഡോ ചേട്ടന്റെ ഭാര്യ നമുക്ക് ഇനി കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കിടക്കാം. കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അവരെല്ലാവരും ഒത്തൊരുമി, ആ ഒരു ഒത്തൊരുമയില്ല, അത് കാണാനുള്ള ഭംഗിയാണ് കേട്ടാ. 23 നമ്മുടെ കാട്ടുകാരൻ ഫാമിലിയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അജൂസ് വേൾഡിലെ അജു ആൻഡ് ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. അവർക്ക് പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. നമ്മളുടെ
എല്ലാ കാലത്തെയും നമ്മളുടെ ഒരു കൾച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളും ഏറ്റവും ചെറിയ ആളും ചേർന്നാണ് നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കാരണവരായ പോളിച്ചാച്ചനും നമ്മുടെ ജൂനിയേഴ്സില് കാരണവരെന്ന് അവകാശപ്പെടുന്ന തൊമ്മിയുടെ കൊച്ച് ആമിയും ചേർന്നാണ് ഇപ്രാവശ്യം കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പൊ കേക്ക് മുറിക്കുന്നതിന് വേണ്ടി വിശിഷ്ടതകളായ പോളിച്ചാച്ചിനെയും ആമിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. Happy New Year and a Happy New Year. എനിക്കറിയില്ലല്ലോ. അപ്പൊ നമ്മള് 4 ചേട്ടനനിയന്മാരെ പരിചയപ്പെട്ടു. അതിൽ 4ാമത്തെ ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങണേ കേട്ടാ. അപ്പൊ 4 വീടുകളിൽ വെച്ചിട്ട് ഇതാണ് എടുത്ത് കാണുന്നത്. ഇതില് ഇവിടെ ഇത്തിരി ആർഭാടം കൂടിയല്ലോ, എന്താ അങ്ങനെ തോന്നിയേ? ഞങ്ങള് തുടക്കം മുതലേ ഇപ്പൊ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ ക്രിസ്മസ് കാർണിവൽ എന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങള് ആളുകൾ വന്നിരുന്ന ഞങ്ങളുടെ ഈ വീടുകളിൽ അതെന്ന് ഗ്രൗണ്ടിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് ആരംഭിച്ചിരുന്നു. എനിക്ക് ഇങ്ങനെ അത് കാരണം കുറെ ആൾ ഇങ്ങനെ വന്നു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഗ്രൗണ്ട് ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുക. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇപ്പോൾ ഭംഗിയായി പോകുന്നത്. പിന്നെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വന്ന് നന്നായി എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആണ് ഞാൻ. അതെ, അപ്പോൾ വരുന്നവർ നമുക്ക് വെറും കൈയോടെ വിടാൻ പറ്റില്ല. ഞങ്ങളാൽ കഴിയുമെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാ, അതാണ് വേണ്ടത്. സൂപ്പറായി പറഞ്ഞതിന് പ്രത്യേകം താങ്ക്സ്. സൂപ്പറായി പറയാനില്ല, എന്താ പറയാ, കഴിഞ്ഞ വർഷത്തേനേക്കാളും അതായത് ഓരോ വർഷം കഴിയുന്തോറും ഇതിനേക്കാളും നന്നാക്കണം എന്നുള്ള. അതെ അതെ, ആളുകളെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വരാ. വന്നിട്ട് ഫോട്ടോ എടുത്ത് ഗേറ്റ് ഒക്കെ തുറന്നിട്ടേക്ക്, ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോവാം. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇതൊന്നും ഞങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തതല്ല. ഇതെല്ലാം ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളും എൻ്റെ മകനും എൻ്റെ ഭാര്യയും രാപ്പകല് അധ്വാനിച്ചിട്ട് ചെയ്ത ഓരോ ക്രിയേഷനുകളാണ് ഇത്. ഓരോന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഐഡിയാസ് നമ്മളാൽ ഇതെൻ്റെ എല്ലാ റോ മെറ്റീരിയൽസും ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തൊക്കെയാണ്. ഇവിടെ ആദ്യമായിട്ട് നമുക്കൊന്ന് കാണുന്നത് ഒരു ട്രെയിനാട്ടാ. ഈ ട്രെയിൻ നോക്കിയാ എന്തൊരു ഭംഗിയില്ല. ഇത് മദ്രാശിയാണോ? മദ്രാശി. മദ്രാശി എന്ന് പറഞ്ഞ മരം കൊണ്ട് മരത്തിനെ ഇത് എൻ്റെയും മകൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഞങ്ങളുടെ കൂടെയുള്ള ജോലിക്കാരുണ്ട്. അജി എന്ന് പറഞ്ഞ ആളാണ്. അജിയും ജേക്കബ് ഞങ്ങളുടെ കൂടെയുള്ള 2 ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ വർക്കേഴ്സാണ്. ഇനി അടുത്തത് ഇവിടെ ഇത് വിൻഡ് മില്ലാണ്. വിൻഡ് മില്ല്. അതെ, തിരിയില്ല ചേട്ടാ. പക്ഷെ ഇതിൽ നിന്ന് പണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചാർന്നാണ് പറയാ. ഇതൊക്കെ ഈ മരത്തിന്റെ പീസുകള് ചെയ്താണ് ചേട്ടാ. ഇത് നമ്മള് വേറൊരു സ്നോമാൻ പോലത്തെ ഒരു സാധനമാണ് ഇത്. അത് തന്നെ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലോ, അങ്ങനത്തെ ഒരു തടിയിലുണ്ടാക്കുന്നതാണ്. അതായത് തടിയില ഇങ്ങനെയുള്ള പീസ് എടുത്തിട്ട് ഈ സൈഡ് ചെത്തി കളഞ്ഞ് മുഖത്തിന് വേണ്ടിട്ട് ഇത് എന്റെ മകൻ ജോസ് വരച്ചിട്ടുള്ളതാണ്. ഇവ വരച്ചിട്ടുണ്ടാണ് ജോസിന്റെ ക്രിയേഷൻ ആണ്. അതെ, പിന്നെ മാത്രല്ല ഇതെന്തൊരു സാധനം എടുത്തു കഴിഞ്ഞാലും ഏതൊരു ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയത് അതില് എന്റെയും അപ്പന്റെയും അമ്മയുടെയും എല്ലാവരുടെ കയ്യൊപ്പം അതിലുണ്ട്, എല്ലാത്തിലും ഉണ്ടാവും. അത് ഞങ്ങൾക്ക് എന്നെ പോലെ തന്നെ എൻ്റെ ഭാര്യയും വളരെയധികം ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. അതാണ് അതുപോലെ അതെ, 3 കൂടിയിട്ടുള്ള ഒരു എല്ലാ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് ഇതിന് എന്നേക്കാളും കൂടുതൽ ക്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ അവനതൊരു ക്രൈസ് ഉണ്ട് നല്ലതായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മള് ഒരു ഫയർവുഡ് കീപ്പിംഗ് സ്റ്റാൻഡാണിത്. അല്ല, നമ്മള് പണ്ട് വിറക് എടുത്ത് വെച്ച് പറഞ്ഞവരെ അടുപ്പുണ്ട്. അടുപ്പിന്റെ മുകളിൽ അത്തന്ന് ഇങ്ങനെ വെക്കും. അപ്പൊ ഈ അടിയിൽ വിറക് നമ്മള് കഞ്ഞിയൊക്കെ വെക്കില്ലോ, അപ്പൊ അതിന്റെ ചൂട് കൊണ്ട് ഈ വിറക് നന്നായി ഉണങ്ങും.
പിന്നെ സ്റ്റോക്കിന് പല ഞാൻ മരക്കമ്മികളൊക്കെ ചിലതിൽ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ അല്ല പണ്ട് ഇത് തണുപ്പുള്ള സ്ഥലങ്ങളില് അടുക്കി വെച്ചാലും അത് ഭംഗിയാണ് കാണാൻ. അതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അത് എത്ര ഭംഗിയിലാണ് ചെയ്യണത്. ആ കട്ട് ചെയ്ത് ആ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് കണ്ടില്ലേ മരത്തിന്റെ ഇത് കിട്ടിയാലും ഇവരതിനെ ഭംഗിയാക്കും. മരക്കമ്മിയുള്ള കാരണം ആ മരം സംബന്ധമായുള്ള കാര്യങ്ങളാണ് മുഴുവൻ. ഇത് അടുത്ത് നോക്കിയാ ഇവിടെ ഇത് സ്നോമാൻ ആണ്. സ്നോമാൻ. തടിയുടെ പീസുകള് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് മോൾ വശം ഒരു മനുഷ്യന്റെ രൂപത്തിലാക്കി എടുത്തിരിക്കണം ഞാൻ. ഇത് ലാഡറില് ഒരു നമ്മുടെ സാന്താക്ലോസ് കയറി പോകണം. ലാഡറില് സാന്താക്ലോസ് കയറി പോകണം. ഇനി ഈ ഇവിടെ കുറെ സംഗതികളുണ്ട്, കുറെ വീടുകളുണ്ട്. ഇത് സമ്മാന പൊതികളൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ വരുന്നവർക്ക് കൊടുക്കാനുള്ള നാളെ രാത്രി പൊട്ടിക്കുള്ളത്. വിലപ്പെട്ട കുറെ സാധനങ്ങളുണ്ട് അതില്. ഇത് സ്നോമാൻ, ഇത് എന്റെ മകന്റെ ക്രിയേഷൻ ആണ്. ഇതില്ലേ ഇത് മരത്തിന്റെ പീസുകള്. അതെ അടിപൊളിയുണ്ട്. ഇതൊക്കെ മറ്റേ ഈ യൂറോപ്പിലെ കാണുന്ന വീടുകൾ പോലെ. അതിന്റെ ഒരു വലിയ മോഡൽ ചെയ്തു. അതിന് മിനിയേച്ചർ വരുന്നുണ്ടല്ലേ. ഇതൊക്കെ മരത്തിന്റെ തൊലികളാണ് കേട്ടോ വെച്ചോണ്ടാ. അങ്ങനെ ചാരി വെച്ചോണ്ടാ. പക്ഷെ അതിനും ഒരു ഭംഗിയുണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. ഇത് ജോസ് ഉണ്ടാക്കിയതാ. ഇത് ഹാൻഡ് മെയ്ഡ് ചെയ്തതാ. ആകെ പർച്ചേസ് പറയാനുള്ളത് ഈ പാപ്പേനെ മാത്രം വെച്ചുള്ളൂ അല്ലേ. ഇത് ഈ വീട് നോക്കിയേ. പിന്നെ ഇവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള തട്ടുകളാണ് കേട്ടാ. അവിടെ നാളെ പൊട്ടിയല്ലോ. നാളെ അത് സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അതെ അങ്ങനെയൊന്നുമില്ല. അത് വരുന്നവർക്കൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ക്രിബ്. ഇത് ഞങ്ങളുടെ കമ്പനിയിൽ എൻ്റെ ഒരു നേതൃത്വത്തിൽ എൻ്റെ മകൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ ഞാനും വൈഫും കൂടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഇത്. ഈ ക്രിബ് മൊത്തത്തില് ഞങ്ങളൊരു എങ്ങനെ ഡിസൈനിങ് കുഴപ്പമുണ്ടോ? നന്നായിട്ടുണ്ട്. അടിപൊളിയില്ലേ? എത്ര മനോഹരം നോക്കിയേ ചെയ്തോണത്. അത്ര ഫിനിഷിംഗ് ആണ് അല്ലേ? അതെ അതെ. ഇതിന്റെ ഈ കൈവരികൾക്ക് നോക്കിയാൽ എത്ര ഫിനിഷിംഗ് ആണ്. ഞങ്ങള് ഒരു ഒക്ടോബർ കഴിഞ്ഞാൽ ഞങ്ങള് ക്രിസ്മസിനുള്ള സ്റ്റാർട്ട് ചെയ്യും. മാൻകുട്ടി ഈ മാന് ഭയങ്കര രസമായിട്ട്. ഇതിന്റെ ശരീരം ഒരു പെട്ടിയാണ്. അതെ അതെ. പിന്നെ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്. അയ്യോ സ്നോമാൻ. അത് ഇവിടെ സെന്റർ പീസ്. അപ്പുറത്തൊന്നും നോക്കണം അല്ലേ ഇതിന്റെ ഭംഗി. നല്ല രസമായിട്ട് ഇത് സാധനം. എന്തൊരു ഭംഗിയായിരിക്കും. നമ്മള് വേഷായിക്കിറങ്ങുന്ന സൈക്കിളിന്റെ ടയറിനെ ഇത്ര ഭംഗിയായിരിക്കും. ഇത് നമ്മൾ പണ്ടത്തെ കാളവണ്ടി. ഇത് ഒരു പെട്ടി. ഈ പെട്ടിയിൽ എന്തിട്ടായിരിക്കും? ഈ പെട്ടിയിലും നമ്മള് ഗിഫ്റ്റുകൾ തന്നെയാണ്, സമ്മാനങ്ങളാണ്. അതെ. ഇത് എന്ത് രസ. കാളകള് ഇവിടെ അപ്പുറത്തപ്പുറത്ത് ഉണ്ടാവും. മരം നോക്കി ഇങ്ങനെ അടക്കി വെച്ചോണ്ട് നോക്കിയേ. ഇതിലേക്ക് ലൈറ്റ് കൊടുത്ത് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോ ആ ഭാഗം നോക്കിയാ ഗ്രൗണ്ടിൽ നിന്ന് അവിടെ നിന്ന് എടുക്കാട്ടാ. എന്തൊരു ഭംഗിയാ. കളിക്കല്ലേ? ഡാൻസ് കളിക്കല്ലേ? നാളെ നിരപ്പായ സ്ഥലമാണ് ഇത്തിരി അടിപൊളിയൊക്കെയാണ്. ഇതിപ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചില്ലർ നോട്ടില്ലേ? 50 എങ്ങാനുണ്ടോ നോക്കി. 50 കറിയില്ല. എനിക്ക് സെൽഫി കറിയില്ല. ഇരുട്ടല്ലേ? അജൂസ് വേൾഡ്. നമുക്ക് ഇത് സണ്ണി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകണം കേട്ടോ നമ്മള്. ഇവിടെ മനോഹരമാണ്. ഇവിടെ നോക്കിയേ തടികള്. ഇത് നോക്കിയ ഒരു മധുരാശിയാണ് കേട്ടാ.
മദ്രാശിനിയല്ല അതിന് ഇവർക്ക് എല്ലാവർക്കും മരക്കമ്പനിയാ. അപ്പൊ ഇവരെ കയ്യിലുള്ള സാധനം മരമാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് ചെയ്യാവുന്നവരെ മാക്സിമം ഇവർ ചെയ്തിട്ടുണ്ട്. ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടില് സ്വർണ്ണപ്പണിയാണ്. അപ്പൊ സ്വർണം കൊണ്ട് ആ സ്വർണ്ണം നമ്മൾ സരിത പറഞ്ഞ് ശരി തന്നെയാണ് കേട്ടാ. നമ്മുടെ വീട്ടിൽ സ്വർണ്ണപ്പണിയായിരുന്നു. അപ്പൊ സ്വർണം കൊണ്ട് അവിടെ ഇറയത്ത് നോക്കിയതരുത്, ഇറയത്ത് കണ്ട, ഇറയത്ത് നോക്കിയേ എന്തൊരു മനോഹരമായി കണ്ടത് കണ്ട. അല്ല ചെറിയ ചെറിയ പല 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 വലിപ്പത്തിലുള്ളത്. അതെ ഇവരെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ നമ്മൾ പൂന്തോട്ടം ഒരുക്കുക അല്ലെങ്കിൽ വാരി വലിച്ചുള്ള പരിപാടികളൊന്നും ഇല്ല. നല്ല രസമായിട്ടാ ഒക്കെ അടുക്കും ചിട്ടിയില്ല. മൂന്നാമത്തെ ചേട്ടൻ്റെയും നാലാമത്തെ ആളുടെയും കണ്ടു. ഇനി 1ഉം 2ഉം ആൾക്കാരുടെ വീട് ഇതിന്റെ അപ്പുറത്താട്ടാ. തൊട്ട് ഇനി വീടുകളൊക്കെ ഞാൻ അവരുടെ വീടിൻ്റെ അടുത്ത്. ഇത് മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ ആളെ ഇട്ടേരിയ. ഇതേ മരം പാകി വെച്ചോണ്ട് നോക്കിയേ. ഇത് നോക്കിയേ മരത്തിൻ്റെ പലക ഇങ്ങനെ വെച്ച് സെറ്റാക്കി പോണത്. ഓ ഇത് നോക്കിയേ സെറ്റ്. ആഹാ വേറൊരു കൺസെപ്റ്റ്. ഇതിന് സ്നോമാൻ എന്നാണ് പറയല്ലേ. ആ സ്നോമാൻമാര് സ്നോമാൻമാരല്ല സ്നോമെൻ എന്ന് പറഞ്ഞാൽ മതി. സോമനല്ല. ജഗ അവിടെ ഇരിപ്പായിട്ടാ. ജഗുന് കാല് വേദന ഇന്ന് ഓടി കളിച്ചിട്ട്. സ്കൂള് പൂട്ടിയപ്പോ അതെ ആ കാലം കൊണ്ട് മാത്രമാണ് അപ്പൊ ഓടി കളിച്ചത്. അടുത്ത് കൂടെ പോകുമ്പോ വെളിച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കത്തിയാൽ മതിയല്ലോ അല്ലേ. മൂത്താളെ വീടിനാണ് പോവാ. മുട്ടാളാ മുട്ടാളാ മൂത്താള് പോളേട്ടാൻ പോളി പോളി ആളെ വീട്ടിൽ ലൈറ്റ് മാത്രമല്ല കൂടുതൽ. ഇതാണ് മൂത്ത ചേട്ടൻ്റെ വീട് കേട്ടാ. ഇവിടെ പിന്നെ അങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരെണ്ണം നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഓക്കെ അടിപൊളി.